മാന്യസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനം. 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ക്രൂരതയും ചൂഷണവും പോരാട്ടത്തിലൂടെ അവസാനിപ്പിച്ച് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഈ ദിനം ത്രിവർണ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വലിയ ഉത്സാഹത്തോടുകൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത്. ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനം ആഹ്ലാദത്തിൻ്റെ ദിനം മാത്രമല്ല, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരെ ഓർക്കുകയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കൂടിയാണ്. സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ 18-ാം നൂറ്റാണ്ടോടെ തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ ഇന്ത്യയെ കീഴടക്കി ഭരിക്കാൻ തുടങ്ങി. 1857 ഇന്ത്യൻ കലാപത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടാൻ തുടങ്ങിയത്. 1885 രൂപവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ചെറുതും വലുതുമായ ഒരുപാട് ലഹളകളും സമരങ്ങളും നടന്നു. ചരിത്രത്താളിൽ ഇടം നേടിയ സമരസേനാനികൾ മാത്രമല്ല, ഇന്ത്യയിലെ ഓരോരുത്തരും സമരസേനാനികൾ ആയിരുന്നു. 1857 മുതൽ 1947 വരെയുള്ള നീണ്ട പോരാട്ടത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ പതാക വാനിലുയർന്നപ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനവും ആഹ്ലാദവും തോന്നിയ സുവർണ നിമിഷമായിരുന്നു അത്. ഇന്ന് നമ്മുടെ രാജ്യം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രളയം, ജനപ്പെരുപ്പം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇന്ധന പ്രതിസന്ധി തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ. നമ്മുടെ പൂർവികർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ നാം ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഓരോ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും നാം നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. വ്യക്തികളുടെ പുരോഗതിയാണ് രാജ്യത്തിൻ്റെ പുരോഗതി. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ ലക്ഷ്യം കണ്ടുകൊണ്ട് നാം പ്രവർത്തിക്കണം. സ്വാതന്ത്ര്യം ലഭിച്ച് 79 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, കായികം തുടങ്ങി നിരവധി മേഖലകളിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു. പല മേഖലയിലും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ മാതൃകയാണ് നമ്മുടെ ഇന്ത്യ. ഇതിനെല്ലാം കാരണം നമ്മുടെ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഈ അവസരത്തിൽ കുമാരനാശാൻ്റെ വരികൾ നമുക്ക് സ്മരിക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നേടിത്തന്ന വിപ്ലവകാരികൾക്ക് ആദരവും ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.